ഹലോ ഹ്യൂമൻസ്, വെൽക്കം ടു ശ്രുതി ബൈറ്റ്സ്. സോ നമ്മുടെ വീഡിയോയിൽ ഇന്നൊരു ആളുണ്ട്. ഡിസു എല്ലാ ദിവസവും വീഡിയോ എടുക്കുമ്പോൾ താഴെ കസേരയുടെ അടിയിലാണ് ഇരിക്കാറ്. ഇന്ന് വീഡിയോയിൽ കയറി വന്നിട്ടുണ്ട്, ഇപ്പോൾ ചാടിപ്പോയി. ഓക്കെ, കമ്മിങ് ടു വീഡിയോ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. സോ ഒരു മൂവി റെക്കമെൻഡേഷൻ ആയിട്ടുമാണ് വന്നിട്ടുള്ളത്. ലാപ്പത്ത ലേഡീസ് നൗ സ്ട്രീമിംഗ് ഇൻ നെറ്റ്ഫ്ലിക്സ്. ഇസ് ഡയറക്റ്റഡ് ബൈ കിരൺ റാവു. ഐ റിയലി റിഗ്രറ്റ് ആ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല എന്ന്. ഗൈസ്, ഡോണ്ട് മിസ് ദിസ് മൂവി. ഇറ്റ്സ് സോ സിമ്പിൾ. ഭയങ്കര ജെന്യുവൻ ആയിട്ട് പ്യുവർ ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബോളിവുഡിൽ നിന്ന് വല്ലപ്പോഴാണ് ഒരു നല്ല പടം കിട്ടുക. ഐ തിങ്ക് ലാസ്റ്റ് ഇയറിൽ എനിക്ക് അങ്ങനെ അത്രയും ക്വാളിറ്റി ആയ പടം തോന്നി 12th ഫെയിൽ ആണ്. അതിൻ്റെ ഇടയിൽ ലൈക്ക് എനിമൽ, പത്താൻ, ജവാൻ ഇങ്ങനത്തെ മാസ് പടങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കിട്ടിയിരുന്ന ഒരു ജെമ്മാണ് ലാപ്പത്ത ലേഡീസ്. സച്ച് എ ജെം മൂവി ഇറ്റ് ഈസ്. പൊതുവേ കിരൺ റാവുവിൻ്റെ എല്ലാ മൂവീസും ഭയങ്കര വെൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഭയങ്കര പ്യുവർ റിയൽ സ്റ്റോറീസ് കാണിക്കുന്ന പടങ്ങളാണ് പൊതുവെ. സോ ദിസ് മൂവി ഓൾസോ ലൈക്ക് ഒരു യു പിയിലത്തെ പ്ലോട്ടിലാണ്. യു പിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൻസ് ലൈക്ക് മറ്റേ അവരുടെ സാരിയുടെ പല്ലുകൊണ്ട് മുഖം മറയ്ക്കണം. അപ്പം അതിൻ്റെ ബേസിസിൽ ഒരു മാരേജിൽ ലൈക്ക് ബ്രൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ മാറി പോകുന്നതാണ് ഇതിൻ്റെ പ്ലോട്ട്. സിമ്പിൾ പ്ലോട്ടാണ്. നമുക്ക് പടം ലൈക്ക് പടത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ സ്ലോ ആയിട്ട് തോന്നും. പടം തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നവരെ ഒരു മൊമെന്റിൽ പോലും എനിക്ക് ഫീൽ ചെയ്തില്ലേ പടം ഒരു സ്ലോ പേസ്ഡ് മൂവിയാണെന്ന്. ഇതിന്റെ മ്യൂസിക്കിന്റെ സ്ക്രീൻ പ്ലേന്റെ സിനിമാറ്റോഗ്രാഫി ആൻഡ് ആക്ടേഴ്സിന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. ഇതിൽ മെയിൻ 3 ക്യാരക്ടർ ഫൂൽകുമാരി, ജയ, ദീപക്, ഇവർ 3 പേരും ഫ്രഷ് ഫേസസ് ആണ്. എൻ്റെ പൊന്നെ, ആ പിള്ളേർ അഭിനയിച്ചിട്ടുള്ളത് ഒരു രക്ഷയില്ല. അതിൽ ഫൂൽകുമാരിക്ക് 16 ആണെന്ന് തോന്നുന്നു, 16 years ഓൾഡ് ആണെന്ന് തോന്നുന്നുണ്ട് ആള്. ദ ഇന്നസെൻസ് ഷീ ഷോൺ ടു ദാറ്റ് ക്യാരക്ടർ. ജയ ഭയങ്കര ഒരു പവർഫുൾ ക്യാരക്ടറാണ്. ദീപക് ആൾക്ക് ഭയങ്കര ഇന്നസെൻസ് ആണ്, അത്ര എഡ്യൂക്കേഷനൊന്നുമില്ല, പക്ഷെ ആളുടെ പ്യുവർ ഹാർട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കാണാണ്ട് പോയ ഭാര്യേനെ എല്ലാവരും പറയുന്നുണ്ട് ആളുടെ അടുത്ത്, മതി നോക്കണ്ട, ഇപ്പൊ ഒരു ഭാര്യയെ കൂടെ കിട്ടിയില്ലേ, അവളായിട്ട് ജീവിച്ചു. പക്ഷെ ദ ലവ് ഹി ഷോൺ ടു ഹെർ ലൈക്ക് ഇറ്റ് ഈസ് സോ പ്യുവർ. ഭയങ്കര ഇന്നസെന്റ് ആയി തോന്നും. നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നും, അയ്യോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണ്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നും, അവരൊന്ന് ഒരുമിച്ചാൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. കമ്മിങ് ടു ഇതല്ലാതെ ഈ പടം പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി സോഷ്യോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. വുമൺ എംപവർമെന്റ് പറയുന്നുണ്ട്. എന്താ പറയുക, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വുമൻസിന്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ദീപകിന്റെ അമ്മയുടെ ഒരു ഡയലോഗിൽ കൂടെ ആ ഒരു മൊത്തം കാര്യം പറയുന്നുണ്ട്. പിന്നെ കമ്മിങ് ടു ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഫൂൽകുമാറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വുമൺ ആയിട്ട് വരുന്നുണ്ട്, മഞ്ജുമായി എന്ന് പറഞ്ഞ ക്യാരക്ടർ. എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ല ഹൗ ഷി ആക്ടഡ്. ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് ആളത് പറയുന്നുണ്ട് വുമൺ എംപവർമെന്റിനെ പറ്റിയിട്ട്, ലൈക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിനിസം പറയാൻ വേണ്ടി പറയുന്ന ഒരു പടം എന്നല്ല. ഇപ്പൊ കുറെ പടങ്ങൾ അങ്ങനെയുണ്ട്, ഫെമിനിസം പറയണം എന്ന് പറഞ്ഞെടുക്കുന്ന പടങ്ങൾ. ഇത് അങ്ങനെയല്ല. ഇത് ഓരോ ക്യാരക്ടേഴ്സിൽ കൂടെ അവരുടെ ലൈഫ്സിൽ കൂടെ ഓരോ എന്താ പറയുക, ഇപ്പോൾ ഫെമിനിസം ആണെങ്കിലും വുമൺ എംപവർമെന്റ് ആണെങ്കിലും സെൽഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിലും അതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ദാറ്റ് ഈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് അതാണ്. പിന്നെ ജയയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പവർഫുൾ ആണ്. എന്ന ആൾ ഭയങ്കര സട്ടിലായിട്ട് നിൽക്കുകയാണ്. കാരണം ആൾക്ക് അറിയില്ല എന്ത് ചെയ്യണം. ആൾക്ക് ഡ്രീംസ് ഉണ്ട്, ആൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ആൾ പറയുന്ന കുറെ കള്ളങ്ങളുണ്ട്. എന്നിട്ട് ആളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കള്ളം പറയുന്നത്, സത്യം പറഞ്ഞാൽ മതിയായിരുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ സത്യങ്ങൾ പറയുകയാണെങ്കിൽ സൊസൈറ്റി എന്നെ അലൗ ചെയ്യും. ഇങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ സ്പോയിലേഴ്സ് തരുന്നില്ല. യു ഗൈസ് വാച്ച് ദിസ് മൂവി. ഇറ്റ്സ് വെരി സിമ്പിൾ, ഭയങ്കര സട്ടിലായി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പടം കൂടിയാണ്. ഐ റിയലി ലവ് ആൻഡ് ഐ റിയലി ഹോപ്പ് നിങ്ങൾ ഈ പടം കഴിയുമ്പോൾ നിങ്ങൾക്ക് ധീമി ധീമി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതിൽ, ശ്രേയ ഘോഷാലിൻ്റെ ആ ഹമ്മിങ് നിങ്ങളുടെ കൂടെ 2-3 ദിവസം ഉണ്ടായിരിക്കും. എനിക്കുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങളുടെ തോട്ട്സ് കമന്റ് ബോക്സിൽ കൂടി ഷെയർ ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ ലൈക്കിംഗ് മൈ വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ദാറ്റ്സ് ഇറ്റ്. സൈനിങ് ഓഫ് ശ്രുതി. ബൈ.